അല്പം പോലും ചിന്തയില്ലായിരുന്നു. ബാംഗ്ലൂരിലായിരിക്കുമ്പോഴും വന്നു കഴിഞ്ഞാൽ ആദ്യം നെക്സ്റ്റ് ഡേയിൽ തന്നെ അമ്മാമ്മയെ പോയി കോടതിയിൽ പോയി കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അമ്മാമ്മയെ ജീവനോടെ കാണാൻ സാധിച്ചില്ല. അമ്മാമ്മ തന്നെയാണ് ഇന്നലെ വന്ന് കാണുവാൻ സാധിച്ചു. ഇന്നലെ രാവിലെയാണ് ഞാൻ ബാംഗ്ലൂരിൽ വരുന്നത്. അങ്ങനെ വളരെ വിഷമമുണ്ടായിരുന്നു. എപ്പം അമ്മയുടെ അടുത്ത് വന്നു കഴിഞ്ഞാലും വളരെയേറെ നേരം സമയം അമ്മാമ്മയുമായിട്ട് സംസാരിക്കുകയും ചെറുപ്രായങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. നല്ല ശുശ്രൂഷകൾ അമ്മാമ്മയ്ക്ക് കിട്ടി, യാതൊരു സംശയവുമില്ല. ആലീസും കുഞ്ഞുമനുമാണെന്നുണ്ടെങ്കിലും മിക്കപ്പോഴും അവരുടെ ഭവനത്തിൽ നിന്ന് വന്ന് അമ്മാമ്മയുമായിട്ട് കാണുന്നതിനും സമ്പർക്കം കൊടുക്കുന്നതിനും ഒക്കെ അവര് വിനിയോഗിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ മോദിയാണെങ്കിലും അവധിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പം അവൻ പറയും, എൻ്റെ അടുത്ത് പറയും പലയിടത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ അമ്മയെ കിട്ടുന്ന സമയം അമ്മയുടെ അടുത്ത് ഇരിക്കുന്നതായിരുന്നു അവന് കൂടുതൽ താല്പര്യം. അമ്മാമ്മയുടെ അടുത്ത് എനിക്കറിയാം, അമ്മമ്മയുടെ അവിടെ ഇരുന്ന പോലെ ജോക്കൊക്കെ കട്ട് ചെയ്യും, അവന്റെ തമാശകളെന്ത് ചെയ്യും. അമ്മാമ്മ അത് കേട്ട് ചിരിക്കുമായിരുന്നു. അതുപോലെ തന്നെ പ്രജിയും ഷീലയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നല്ലപോലെ അവർ അമ്മാമ്മയെ ശുശ്രൂഷിച്ചു. അമ്മാമ്മയ്ക്കും ഈ പറഞ്ഞതിൻ്റെ കൊണ്ട് യാതൊരു വ്യക്തിവിദ്വേഷമോ പരിഭ്രമമോ പരാതിയോ ഇല്ലാതെ നല്ല ഒരു സാധാരണ ജീവിതത്തിന് ഉടമയായിരുന്നു. ചെറുപ്പത്തില് അമ്മാമ്മയുടെ 2 വയസ്സുള്ളപ്പോൾ മാതാവ് മരിച്ചതാണ്. മറ്റ് ആവാങ്ങളമാര്, മറ്റ് ജ്യേഷ്ഠത്തിമാര് അവരുടെ എല്ലാം സ്നേഹവാത്സല്യത്തിലും കരുതലിലും ആണ് അമ്മാമ്മ പിന്നീട് വളർന്നത്. അതുപോലെ തന്നെ അമ്മാമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നെല്ലിക്കാലയിലെ മൂത്ത മാപ്പൂൻ അമ്മയുടെ എൻ്റെ ആദ്യത്തെയൊക്കെ അമ്മ ഒക്കെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തിട്ടുള്ള സംഗതികളൊക്കെ പല പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാവും. ഞാൻ അഭ്യർത്ഥിക്കും, ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ പലർക്കും അനുഭവം പറയാനുണ്ടായിരിക്കും, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അമ്മയ്ക്ക് ഈ വേർപാടിൽ ഞാൻ എല്ലാം വളരെ ഏറെ വിഷമം ഉണ്ട്. ദൈവം തമ്പുരാൻ അതെല്ലാം സമാധാനം എന്ന് പ്രാർത്ഥിക്കുന്നു. സാധാരണ കല്യാണങ്ങളിൽ പാട്ടായിട്ട് പാടാറുള്ളൊരു പാട്ടാണ് 128 ആ സംഘം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സംഘത്തിൽ എല്ലാ കാര്യങ്ങളും വിവാഹ ശുശ്രൂഷയിൽ പാടുന്നതാണെങ്കിലും ഇപ്പോൾ പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന അംഗമാർക്ക് ജീവിതത്തിൽ അത് വളരെ അധികം സ്പഷ്ടമായിട്ട് ഭയത്തിൽ ജീവിക്കുന്ന മനുഷ്യനാണ്. മക്കളെയും ഇങ്ങനെയുള്ള ആ പറഞ്ഞിട്ട സർവ്വകാര്യങ്ങളും കണ്ട് നേതൃത്വത്തിനുള്ള സൗഭാഗ്യം തങ്ങന്മാർക്ക് ലഭിച്ചു. നിങ്ങൾക്ക് ചെറുപ്പം മുതലേ തങ്ങന്മാർക്ക് നിങ്ങളുടെ അമ്മായിയാണ് എന്ന് അമ്മയെപ്പോലുള്ള റെസ്പെക്ട് കൊടുത്ത് നിങ്ങളെല്ലാവരും ഒരുപോലെ സ്നേഹിച്ചു അമ്മ വീട്ടിൽ കൂടെ ജീവിക്കാനുള്ള പണ്ടത്തെ കാലത്ത് ഒരു തീരുമാനം. ഇന്നത്തെ കാലത്ത് മക്കൾക്ക് നമ്മളുടെ നോക്കി അറിയത്തില്ല. എന്നാൽ ഇതൊക്കെ നല്ലതായിട്ട് അനുഭവിച്ച് തൃപ്തരായിട്ടുള്ളവരാണ്. കൂടുതലൊന്നും പറയാൻ അമ്മാമ്മയുടെ ജീവിതം വളരെ സൗഭാഗ്യകരമായിട്ട് ജീവിതകാലത്ത് സന്തോഷമായി ജീവിക്കുന്നതും മക്കളെക്കുറിച്ച് സ്നേഹിക്കുന്ന മനസ്സിലാക്കും. ദൈവം അവരെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നത് അമ്മാമ്മയുടെ ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാവരുടെയും ആശംസകളുള്ള അസ്ത്രഗണങ്ങളാലുള്ള ആ സങ്കടങ്ങൾ അറിയിക്കുമ്പോൾ
Josh, something to say. Come. The last verse for us. ആശുപത്രിയിലൊക്കെ പോയിരിക്കുന്നത് ഭയങ്കര പേടിയായിരുന്നു. സോ ഒത്തിരി നാള് ബുദ്ധിമുട്ടില്ലാതെ ഇതിനെ തിരിച്ചു വിളിച്ചു. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുകയായിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ അതിന്റെ പ്രാർത്ഥനകളെല്ലാം ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ആരെങ്കിലും പറയാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ പഠിക്കാൻ പറഞ്ഞു സമയം കളഞ്ഞു.
ചില പറഞ്ഞുകൊണ്ട് കംപ്ലൈന്റ് ഇല്ലാതെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ തവണ ഞാൻ വരുമ്പോൾ അമ്മയോട് തമാശയൊക്കെ പറഞ്ഞ് തിരിച്ചിരിക്കുക പറഞ്ഞായിരുന്നു. അപ്പൊ അതാ എനിക്കിപ്പോഴും തോന്നുന്നത്. ഇനിയിപ്പോ അവസാനമായിട്ട് ഒരു തമാശയല്ല, ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. ഈ ചരമ വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരും കിടന്ന് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് അവരെ അവിടെ സമാധാനം പറഞ്ഞാലും ഒരു ചെറിയ കഥ പോലെ പറഞ്ഞത് ഭാര്യ മരിച്ചു, അതിന്റെ വേദന കഴിയുമ്പോൾ ആകെ ഒരു മകളുണ്ടായിരുന്നു, അവളും മരിച്ചു. ആ മനുഷ്യനെ കണ്ടുകൂടി ബഹളമായിട്ട് കരച്ചിലും ബഹളമായി അങ്ങനെ ബോധമില്ലാതെ കിടന്നു. അബോധാവസ്ഥയിൽ അദ്ദേഹത്തിന്റെ ഒരു കാഴ്ച കണ്ടു. ഗോവണിപ്പടിയിലെ കുഞ്ഞുങ്ങളെല്ലാം നിലം മെഴുകുതിരിയുമായിട്ടിരിക്കുന്നു. ഈ കുഞ്ഞിന്റെ മെഴുകുതിരി മാത്രം എപ്പോഴും കെട്ടിരിക്കുന്നു. അപ്പൊ ഇത് എന്റെ മകളുടെ മാത്രം മെഴുകുതിരി ഇങ്ങനെ കത്തുന്ന എന്താണ് ഇങ്ങനെ ആവലാശാലാസിനെ ചിന്തിക്കുകയോ പറയുകയോ ചെയ്തപ്പോൾ സ്വപ്നത്തിലായിരിക്കാം. പെട്ടെന്ന് ഈ കുഞ്ഞ് പറയാണ്, അപ്പൊ ഞാൻ എപ്പോഴും പോയി ഈ മെഴുകുതിരി കത്തിച്ചേച്ച് ഞാനിവിടെ വന്നിരിക്കുമ്പോൾ അപ്പന്റെ കണ്ണുനീര് വീണിട്ട് ഈ മെഴുകുതിരി കെട്ടുപോവുകയാണ്. അതുകൊണ്ട് അപ്പൻ എന്തിനാ കരയുന്നത്? ഐ എം വെരി സാറ്റിസ്ഫൈഡ് ഹിയർ, ഞാൻ സന്തോഷവാനായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അപ്പൻ കരയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയും അതിന് മനസ്സിലാക്കുകയും ചെയ്തു. ഒരു മിനിറ്റ് ഇത് ജോസഫ് മുൻസേരി ഞങ്ങള് കല്ലുപാല താമസിച്ചപ്പോൾ ഞങ്ങളുടെ തൊട്ട് അയലാക്കും ഞങ്ങളുടെ ഇദ്ദേഹത്തിന്റെ വളർച്ചയുടെ തുടക്കം ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നപ്പോഴാണ് ഞങ്ങൾ എൽപേജിയിലും അദ്ദേഹം ഉയർന്നപ്പെട്ടത് ഒരു നിലയിലേക്ക് എത്തി. സന്തോഷമുണ്ട്, എപ്പോഴും കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ മൂന്നാമത്തെ വയസ്സിൽ അമ്മയുടെ മദർ മരിച്ചുപോയി നെല്ലിക്കാലയില്. അമ്മ എപ്പോഴും മൂത്ത ഏടത്തി അനീച്ചാന്റെ അമ്മയെ വിളിക്കുന്നത് പച്ചമ്മയെന്ന് എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ സ്വന്തം അമ്മയുടെ സ്നേഹം കിട്ടാത്തതുകൊണ്ട് പലരുടെയും സ്നേഹത്തിന് എപ്പോഴും നോക്കുമായിരുന്നതായിരിക്കാം സൈക്കോളജി ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരോടും കാണുമ്പോൾ സ്നേഹമായിട്ട് വർത്താനം പറയാനും ആരോടും വിരോധമില്ലാതെയും. പിന്നെ ഞാൻ എപ്പോഴും ഉദ്ദേശിക്കുന്നത് അച്ചായന്റെ അടുത്ത് വന്നതിന് ശേഷം അച്ചായന്റെ കൂടെ ലെഫ്റ്റ് റൈറ്റ് പുറകിൽ തീരുമാനം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു വ്യക്തി അത് അവസാനം വരെയും ഒരു പരാതിയില്ലാതെ പലപ്പോഴും. പിന്നെ മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഞങ്ങളുടെ കുടുംബത്തിലെ നെല്ലിക്കാല കുടുംബത്തിലെ പലരെ കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മയെക്കുറിച്ച് മാത്രം ഒന്നും ദോഷമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സാക്ഷി എനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അമ്മ വളർന്നു വന്നത് സാഹചര്യങ്ങള് അമ്മയുടെ കാര്യത്തിലെ ജീവിതത്തില് എല്ലാം സഹിക്കുന്ന ഒരു അമ്മയായിരുന്നു. പ്രത്യേകിച്ച് അച്ചായനെ ശുശ്രൂഷിച്ച എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ദൌത്യം അമ്മ ഭാര്യയെന്ന് കൊച്ചമ്മയെന്നുള്ള നിലയിൽ അമ്മ നിറവേറ്റി. അതുകൊണ്ട് സങ്കടപ്പെടാൻ യാതൊന്നുമില്ല. ഞാൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ ആ കർത്താവിന്റെ ഫോട്ടോയോട് സ്തോത്രം. കാരണം ആരെ ബുദ്ധിമുട്ടിക്കാതെ പോയി എന്നുള്ളതാണ് ഇതിന്റെ സംഗതി. നമ്മുടെയൊക്കെ കുടുംബത്തിൽ എത്ര പേരെ പ്രയാസപ്പെട്ടു പോകുന്നത്. അപ്പൊ എപ്പോഴും പറയുമായിരുന്നു എനിക്കതേയുള്ള ആഗ്രഹം ആരെ ബുദ്ധിമുട്ടിക്കുന്നത്. നീ നമുക്ക് ചുമന കൊടുത്ത് അല്ല പറഞ്ഞു പാവാടും കാത്തും നടക്കുന്ന പ്രാർത്ഥന ഞങ്ങളെയൊക്കെ കളിപ്പിക്കാൻ നടക്കും. ഞാൻ മൂത്ത വർഷം കേൾക്കുന്നതുകൊണ്ട് പോലും ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്നു. പോകുമെന്ന് പറയുന്നു, കലവറിയുന്നതും പാല് കുടിപ്പിക്കുന്നതൊക്കെ അമ്മ റോസപ്പൂ പറിക്കുമ്പോൾ ഒന്ന് കളിപ്പിക്കുമായിരുന്നു. അത് കളിപ്പിച്ചു കഴിഞ്ഞാൽ അമ്മാമ്മ അത് തലയിൽ ചൂടിക്കൊണ്ട് പോകും. എന്നാൽ ഞാൻ പറഞ്ഞു ഞാൻ എടുത്തിട്ടുണ്ട് പറയും, അത് മാത്രം നീ ചെയ്യില്ലെന്ന്. അങ്ങനെ ഞാൻ കളിക്കണം. അമ്മാമ്മയുടെ കല്യാണത്തിനാണ് എന്നെ കൊണ്ട് നിർത്തിയതായിരുന്നു. അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചിട്ട് ഞാൻ കേൾക്കുന്നു പറയും, അമ്മാമ്മ ഞങ്ങളത് കൊണ്ടുപോകാൻ. അത് മറ്റു കൊണ്ടുപോകാൻ കുഴപ്പമൊന്നുമില്ല, ഞങ്ങളുടെ വഴി വന്നു. ആ കൊച്ചുകൊണ്ടായിരിക്കുന്ന ഞങ്ങൾ കാണും.
അതുകൂടാതെ ഞങ്ങളുടെ അപ്പച്ചൻ നമുക്ക് നോർത്ത് ഇന്ത്യയിലായിരുന്നപ്പോൾ സ്ഥാപനമായിരുന്നു ഞങ്ങൾ പഠിത്തത്തിനൊക്കെ ഞങ്ങളെ സഹായിച്ചത്. കാര്യത്തിൽ താമസിക്കാണ്ട് ഞങ്ങളുടെ പ്രായത്തിലുള്ള എല്ലാ മക്കളും നമ്മളോടും ഞങ്ങൾ ലളിതമായി പറയും. നിങ്ങളോട് നമ്മുടെ അമ്മ ഉൾപ്പെടെ എല്ലാവരോടും ഞങ്ങൾ പറയുന്നത് ആ ഒരു ഓർമ്മയാണ് ഇപ്പോഴും ഞങ്ങൾക്കുള്ളത്. ഇതിനാൽ ഞാൻ പറയുന്നു, എവിടെ പോയാലും ഞങ്ങളെ വിളിക്കാത്ത ദിവസങ്ങളില്ല, ഞങ്ങൾ സംസാരിക്കാത്ത ദിവസങ്ങളില്ല. ചില ദിവസം പറയും നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല, ഞാനെക്കൊണ്ട് ഓമനെ വിളിക്കാം. ഓമനെ വിളിച്ച് കിട്ടിയില്ല ഞങ്ങൾ പറയും ആദ്യത്തിനാണ് ഞാൻ പറഞ്ഞു നിങ്ങളെ ഒന്ന് വിളിക്കണമെന്ന്. വിളിച്ചത് എപ്പോഴും ഞങ്ങളോടുള്ള കരുതൽ വളരെ തെറ്റിക്കണം. എപ്പോഴും കരുതൽ ഞങ്ങൾക്ക് എപ്പോഴും പറയായിരുന്നു ശരി അമ്മാമ്മയെ കൊണ്ടാടുന്ന അമ്മയ്ക്ക് വിഷമില്ല. അവരുടെ എല്ലാ ജോലിത്തിനും അമ്മാമ്മയെ കാര്യമായിട്ട് നോക്കുന്നതിന് അവർ സഹകരിക്കും. എവിടെ പോയാലും അമ്മാമ്മയെ കൊണ്ട് ചിലപ്പോൾ ഏത് തടി പോയാലും ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് അമ്മാമ്മ അവളെ താമസിക്കുന്നത്. ഞങ്ങൾക്ക് അമ്മാമ്മ വളരെ സന്തോഷം. ചില കാര്യങ്ങൾ പറയുകയും അമ്മാമ്മയുടെ പേരൊക്കെ വളരെ പെട്ടെന്നായിരുന്നു അത് മാത്രം വിഷമം. കഴിഞ്ഞ ഞായറാഴ്ച അമ്മാമയും കൂടെ കോട്ടയത്തുള്ള താമസിക്കുന്ന കിട്ടിയാണ്. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മാമ്മ കേട്ടത് വളരെ ഷോക്കായി. എങ്കിലും ഒരു പ്രത്യാശയുള്ളത് അധികം കഷ്ടപ്പെടാതെ റൂട്ട് എല്ലാവരുടെ ഏറ്റ് വാങ്ങിക്കൊണ്ടാണല്ലോ പോയത്. ആ ഒരു സന്തോഷം ഞങ്ങൾക്ക്. അമ്മാമ്മയുടെ അച്ഛനെ സൂക്ഷിച്ച് രോഗശയ്യയിലും കൂടെ നടന്നാണ് അമ്മ സൂക്ഷിച്ചത്. അമ്മാമ്മ വിളിക്കുന്നത് ചേച്ചിയെന്നാണ്. ചേച്ചിന് കണ്ണപ്പനുള്ള എന്റെ ഷോർട്ടും ചേച്ചിയെന്ന് വിളിക്കുന്നു. ചേച്ചിയെന്ന് വിളിക്കുന്ന ഓടി വരും. അപ്പൊ എന്നോട് പറയും നീ അവിടെ നില്ല, നീ പോയില്ല. ഞാൻ അപ്പാപ്പൻ വിളിച്ച് നോക്കട്ടെ. അപ്പൊ അവൻ ഹൈസ്കൂൾ കഴിഞ്ഞിട്ടാണ് അച്ഛനായത്. അത് കഴിഞ്ഞ് എന്നെ പറയും അച്ഛൻ വിളിക്കുന്നു നോക്കട്ടെ. അച്ഛൻ എവിടെ പോയാലും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ സ്കൂളിലായിരുന്നപ്പോൾ കോളേജിലായിരുന്നപ്പോഴും ജോലി സ്ഥലത്തായിരുന്നപ്പോഴും ഞങ്ങൾക്ക് പ്രത്യേകം പ്രാർത്ഥിക്കും. ജോലി കഴിഞ്ഞ് ഞങ്ങളെ തന്നപ്പോൾ ഞങ്ങളെവിടെ കൊണ്ടെന്ന് പ്രാർത്ഥിക്കും. വളരെ കരുതലുള്ള രൂപം അവരുടെ ജീവിതം എടുത്തിരിക്കുന്നു. ദൈവം ഇതിന്റെ വലത്തോളം ദൂരമാനോടുകൂടെ ഇരിക്കുന്നതിന്റെ രാഷ്ട്രം എല്ലാവരുടെയും ഞങ്ങളും കൊണ്ടിരിക്കും.
ഇവിടെ അങ്ങോട്ട് പോകാം. ഭദ്രാസന വൈദിക സംഘത്തിനു വേണ്ടി വൈദിക സംഘം സെക്രട്ടറി ബഹുമാനപ്പെട്ട ജിജി വർഗീസ് അച്ഛൻ അനുശോചനം അറിയിച്ച് മൃതശരീരത്തിന് ബൊക്കെ സമർപ്പിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ബഹുമാനരായ വൈദിക ശ്രേഷ്ഠരെ, കൊച്ചമ്മയുടെ വേർപാൻ ദുഃഖത്തിനായിരിക്കുന്ന കുടുംബ അംഗങ്ങളെ, ദൈവസന്നിധിയിലേക്കുള്ള ഈ മാതാവ് ദൈവം തന്ന ആയുസ് അനുഗ്രഹകരമായി ജീവിച്ച് ഒരു പുരോഹിതന്റെ സഹധർമ്മിണിയായി ഉടമ്പടിക്കാരിയായി അച്ഛന്റെ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ എല്ലാ കൈത്താങ്ങൽ നൽകിയ ഈ മാതാവിന് ദൈവസന്നിധിയിലേക്ക് നമ്മൾ യാത്രയാക്കുകയാണ്. ദൈവം ഏൽപ്പിക്കുന്ന ഓരോ നിയോഗങ്ങൾ അത് അനുഗ്രഹകരമായി നിർവഹിക്കുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമാകുന്നത്. ഈ മാതാവിനെ സംബന്ധിച്ച് ദൈവം തന്നിരിക്കുന്ന ഏൽപ്പിച്ച നിയോഗങ്ങൾ, പ്രത്യേകിച്ച് ഒരു വൈദികന്റെ സഹകരണം പുലർത്തി ദൈവികമായ ശുശ്രൂഷയിൽ ആത്മാർത്ഥതയോടെ അച്ഛനൊപ്പം ഇടപെടുവാനായിട്ട് കഴിഞ്ഞു. ആ ശുശ്രൂഷകളെ നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഈ അമ്മയുടെ വേർപാട് ദുഃഖത്തിൽ കുടുംബ അംഗങ്ങളാകുന്നു. അച്ഛനോടൊപ്പം ദൈവസന്നിധിയിൽ ആ ശുശ്രൂഷിക്കുന്ന ഗണത്തിലേക്ക് ചേർക്കപ്പെടുന്നു. ഈ ഭവനത്തിലായിരുന്ന ഒരു അമ്മയുടെ കരുതൽ സ്നേഹം മക്കൾക്ക് നൽകി ഇനിയും ദൈവസന്നിധിയിലായിരുന്ന ഈ മക്കൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഇനിയുണ്ട്. ഈ മാതാവിന്റെ വേർപാടിൽ നമ്മുടെ ഭദ്രാസന വൈദിക കുടുംബം പങ്കുചേരുന്നു. ഈ കുറച്ചും കൂടി ആത്മാവധികം ഇമ്പങ്ങളുടെ പരീക്ഷയിൽ വിശ്രമിക്കട്ടെ. ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബങ്ങൾക്ക് ദൈവം ആവശ്യമായ സമാധാനവും പ്രത്യാശ ജീവിതത്തിൽ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഭാരതത്തിൽ വെച്ചുള്ള സമാപന ശുശ്രൂഷ ആരംഭിക്കും.
കൊണ്ട് ഭക്തരതായി മരിച്ചു കരുണമേ നൽകോർമ്മ നിന്റെ മഹത്വമുദീക്കും നിൽക്കണമവർ വലഭാഗത്തിൽ ആകാശവും ഭൂമിയും ഏർപ്പെട്ടിരിക്കുന്നു. ായി ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നതിന് വരുവാനിരിക്കുന്ന വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞങ്ങളെ സ്തുതി. നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ സംസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഭാവികളാന്റെ അടിയാരോട് കരുണയും ശിവരാജാവേ നിനക്ക് സ്തുതി പാർക്കുമോ. ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. ദൃഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്ക് നമുക്കുള്ളതാകുന്നു. ആമേൻ. നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. ഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാൻ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും വന്നേക്കും ചെറിയപ്പെടുമാറാകണമേ. ആമേൻ. കരുണയുള്ള ദൈവമായ കർത്താവേ, നിന്നിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. നിന്റെ കർത്തവ്യത്തിനാൽ വേർപെട്ടുപോയി ദാസിയുടെ ആത്മാവിനു വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാരോകളിൽ നിന്നും കാണപ്പെടാത്ത അന്ധകാര സൈന്യങ്ങളിൽ നിന്നുകളെ വീണ്ടുകൊള്ളണമേ. ഈ ആത്മാവ് ജീവന്റെ സ്ഥാനത്ത് നീതിമാന്മാരുടെ കൂട്ടത്തിൽ ചെന്നെത്തുമാറാകണമേ. പിതാവും മുത്തും പരിശുദ്ധവുമായുള്ളവേ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഇവർ നിന്റെ പരിശുദ്ധന്മാരോട് വസിക്കുമാറാകണമേ. നീ ജീവനെടുത്തിടുമ്പോ മൃതരായി മണ്ണിൽ കർത്തൃമഹത്വം വാഴട്ടുന്നു. തൻക്രിയതയുടയോ തെളിയട്ടെ മാർഗമോ സുഹൃതീശോ പ്രിയരാം ലോസറിനെ കബറിനെഴുന്നേൽപ്പിച്ചോനെ വാഴ്ത്താൻ വന്നിടുകയും നിജവാസുതനെ വിടുവിച്ചോനെ നാമെല്ലായ്പ്പോഴും വിശ്രമമൻ സ്തുതി ചെയ്താരാധിക്കേ തൊണ്ടാടോ എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും സദാ നേരോപടിവിടാതെ വരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും
കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപന്മാരുടെ ന്യായാധിപനായ കർത്താവിന് സ്തുതി. തന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സർവ്വനാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും തന്നെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം. ബഹുലമണ്യാവോസോ ും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ ആലാഹമാരുടെ പരിപാലിക്കുന്ന വിജയാതമ്പരാണി സന്ധ്യാതീതമായ ഇന്ദ്രിയഗുണങ്ങളും പതിനായിരങ്ങളും തിരുവമ്പാത പരിഭ്രമിച്ച് വിളച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രൂരന്മാരും സ്ഥിരതയുള്ള ജനങ്ങളും സ്വർഗീയ മേഘങ്ങളിൽ നിന്നെ അർത്ഥവസിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അർത്ഥവസിക്കുമ്പോൾ മരണം വീണുപോവുകയും പാതാളം നശിച്ചുപോവുകയും ആദ്യബോധങ്ങൾ അഴിഞ്ഞുപോവുകയും ഭൂമിയിൽ ദേവിച്ചേർന്നുപോയ സർവ്വചരിതങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും സൃഷ്ടാവും നിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തി പകർത്താലി വീണ്ടും സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രോത്സാഹനെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭവജനകവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിന് മുൻപാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്ന ആ സമയത്ത് നിങ്ങളുടെ പ്രത്യാശയോടെ നിദ്രഭാവിച്ചിരിക്കുന്ന ഈ ദാസിയുടെ ഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനിലും ഞാൻ അവനിലും വസിക്കുന്നു. അവസാന ദിവസം ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള ചെയ്തിട്ടുള്ള ആളുകളും ഞങ്ങളിലും ഈ മാതാവിലും നിറവേറ്റണമേ. ഞങ്ങളുടെ പരേതരും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് അവരുടെ കരുണയും കാണുകയും നിനക്ക് നിരവലാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്ത്രീയും സ്വത്രവും കരയറ്റുകയും ചെയ്യുമാവാകണമേ. ഹോശോ വകുകൾ ദൈവത്തിൽ നാഗണങ്ങൾക്ക് പരിഹാരവും പാവങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. നഗരകവാടം വഴിയായി ഞാൻ പോകും നേരം കേട്ടേ ഒരു നാദം ശ്രദ്ധിച്ചെന്നരികെ നേറ്റം ഖേദോന്നും നിനലത്തെ ഭരതരുടം മാറേയും ബാലൻ മാറേയും കണ്ട് പ്രഭുവനിതകളും ദാസികളും സന്ത പാരാവർത്തി പാടുന്നു. യതനസമേതം ചോദിച്ചേങ്ങേഴും എന്നേവം സുന്ദരേവതയോടെങ്കിലും പാടിടും എന്നോടാവിന്ദാവേ ഈ കൊടുന്നു സൗകര്യം ബാധ പാഴായി പോയിടും ഈ രക്തംബരരുചിതയും ലോകം ഭൂഷ സുഭഗതയെ മരണമദേശം മായിക്കോ പാത കാലത്തിൽ തെളിവാകും സൂര്യന് തുല്യം ഈ സൗന്ദര്യം വാഴ്വ് കൊടയെന്നേ വങ്ങും ദൂഞ്ഞിരുതുയം നേരം സന്ധ്യ വേളയതീ വാടിരുമ്പോതുയം പാതാളത്തി പാഴ യുഗത്തി കലിയുഗ കർത്താവേ ജീവൻ നരകേതേജോ വദനംബി അതിനെ അണിചേരണമേ സർവ സ്തോത്രം സ്തോത്രം ബലവാനും മഹാകാരുണ്യവാനും ദയാലുമായ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് നീ എടുത്തിരിക്കുന്നതിനാൽ
പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരിക്ക് വേണ്ടി സമയത്ത് ഞങ്ങൾ അണച്ചിരിക്കുന്ന ഈ രൂപം കൈക്കൊണ്ട് സ്വർഗീയ യെരൂശലേമിൽ മോഹനീയമായ വാസ്തവങ്ങളെ ആശ്വസിപ്പിക്കണമേ. തങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള പ്രസന്നതയ്ക്കും മോളെ ആഹ്യാപോയും ചെയ്യണമേ. കൈക്കൊള്ളുക കന്മഷമകിലം മോചിക്ക ഇവിടെ വിധിക്കരുതേ നാഥ നിർമായന്നീകന്താൻ അപരാധികളാകിച്ചിടും നരകത്തിനിവ രക്ഷിതയായി കൽപ്പവരോടൊപ്പം ശോഭനമണവൂകേണം പാർക്കുമോ ശുഭഫലമൂലമുറോവൽ റോഹോക്കാദീശോ അവരുടെ മേൽ അധികാരവും അവകാശമതും ബലവാനാം സൃഷ്ടാവരെ വിസ്തരണം ചെയ്യും ന്യൂനം സാക്ഷാലവകാശികളും തൈ സുതരും ദാസരും അവരയ്യോ നിന്ദൈകൾ നിന്നവരെ ദേവും സ്വർഗമഹാരാജ്യം അഞ്ചീരമരണത്തിലേമിൽ ദൈവം ധീയമടത്തീരം വിധിയ ഞാൻ പാകുമോ മുലമുറവൽക്കാദിശോ നീവാദനത്തിനാട സ്വർഗമഹത്വം ചാർത്തിടും സോനുധ്വനി ജീവൻ നൽകി നിന്നെ വലത്താ ചേർത്തി കാന്തനു കാത്തോരാ കന്യാശ്രീകളെ പ്രാപിക്കും സഹജേ പുനരുദ്ധാനലോകമത് ചിന്ത വിഷയമതയാതിമകരത്തേകന്മാനസമോടി സൃഷ്ടിയോർത്തുരു ഞാൻ ബിംബിശാബദ്ധ മൃത്യുനിമിത്തം വേർപിരിയും നാൾ വരെയും നാരികളത്യധികം വ്യതയിൽ നാൾ പോകി വേദനയോടു സുതരെ പ്രസവിച്ചിടുന്നു ജീവൻ പോയി മാതാവേ നോക്കിടുവാൻ മജൽ നടുവേ പോയരുന്നു തായില്ല കുഞ്ഞുങ്ങൾക്കൊപ്പം അതിസന്താപത്താൽ രോധിച്ചിടുന്നു ഈദിനാരാവം കരുണോരെല്ലാം ഘേരത്താളവരോടൊപ്പം കരയുന്നു ചാരിവാന്നെ കൊണ്ടിക പോയി മാരക ബാണത്താലിന് ഭ്രമമേറ്റീന ദയപീഡകള മർദ്ദിച്ചങ്ങൾ കാണീർ വടിമൂന്ന എന്നെ താടിച്ച ഞാനാശ്രയഹീന ഞാൻ
പുനരുദ്ധാനദിനെ നിന്നോട് സൃഷ്ടിയനീ നമാകീടേണം പതിബന്ധം മൃതിയാൽ വേറായി മേരണ്ടായി തീർന്നൊരു സഹജയ്ക്കായി പ്രാർത്ഥിപ്പിൻ നിങ്ങൾ അവരൊന്നാകണമേ പുനരുദ്ധാന ലോലിക്കുക പാപം മയിക്കുക ദോഷം സത്യമെഴും പാടേണം പരിശുദ്ധന്മാരും തിവനീശ്വരീതം വന്നവനും വരുവോനും മൃദർ തന്നുയിരും സ്തുതനൻ ശരീരാ മക്കൾ പാടണമേ. കേരള ക്രിസ്ത്യൻ കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ ജനറൽ സെക്രട്ടറിയും നമ്മുടെ കോട്ടയം വൈദിക സെമിനാരി അധ്യാപകനുമായ ബഹുമാനപ്പെട്ട ഡോക്ടർ റെജി മാത്യു അച്ഛൻ ഇപ്പോൾ വചന ശുശ്രൂഷ നിർവഹിക്കും. ത്രിയേക ദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബഹുമാന്യരായ വൈദികരെ, ഈ പ്രിയ മാതാവിന്റെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന ഭവന അംഗങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, മരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സുനിശ്ചിതമായ ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ കൂടെ നമ്മുടെ വീട്ടിൽ മരണം കടന്നു വരുമ്പോൾ അത് നമ്മെ തീവ്രമായ ദുഃഖത്തിലേക്ക് ആഴ്ത്തുകയും ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് ചോദ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉരുവാവുകയും ചെയ്യുന്നു. ദൈവം തമ്പുരാൻ നൽകിയ ആയുസ് തികച്ച് തന്റെ സന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്ന ഈ മാതാവിനെ യാത്രയാക്കുന്ന ഈ സമയം, ഇത് സുവിശേഷീകരണത്തിന്റെ ഒരു നിമിഷം കൂടെയാണ്. പലപ്പോഴും നമ്മുടെയൊക്കെയും ജീവിതത്തിന്റെ അർത്ഥം, ജീവന്റെ അർത്ഥമൊക്കെയും നാം ചിന്തിക്കുന്നത് ഇതുപോലെയുള്ള സംസ്കാര വേളകളിലാണ്. അല്ലാത്ത സമയം നമ്മളൊക്കെ നമ്മുടെ സൗന്ദര്യത്തിലും അധികാരത്തിലും ധനത്തിലും പുത്രസമ്പത്തിലും ഒക്കെ ആശ്രയിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നാമാണ് ഏറ്റവും വലിയവർ എന്നുള്ള ചിന്ത ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ ധരിക്കാറുണ്ട്. ഒരു മൃതശരീരം കാണുമ്പോഴാണ് പലപ്പോഴും ജീവിതം ഇത്രത്തോളമേ ഉള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ചരമ പ്രസംഗങ്ങൾ എന്ന് പറയുന്നത് സുവിശേഷ പ്രസംഗങ്ങൾ കൂടെയാണ്. അവിടെയാണ് ജീവിതത്തിന്റെ അർത്ഥം വ്യാപകമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അവിടെയാണ് ദൈവത്തിന്റെ സ്നേഹം നാം തിരിച്ചറിയുവാനായി സാധിക്കുന്നത്. അവിടെയാണ് നിത്യജീവനെ സംബന്ധിച്ചുള്ള പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ സ്ഥിരമായി പ്രതിഷ്ഠിക്കേണ്ടത്. ഈ പ്രിയപ്പെട്ട മാതാവ് ദൈവം നൽകിയ ആയുസ് തികച്ച് തന്റെ സന്നിധിയിലേക്ക് യാത്രയായിരിക്കുകയാണല്ലോ. മേമഠത്തിൽ കുടുംബം, കാരയ്ക്കൽ മേമഠത്തിൽ കുടുംബം എല്ലാവർക്കും അറിയാവുന്ന കുടുംബമാണ്. പൗരോഹിത്യ നൽവരം ലഭിച്ചിട്ടുള്ള പാരമ്പര്യമുള്ള കുടുംബമാണ്. ആ കുടുംബത്തിലെ മഹനീയായ ഒരു അമ്മയാണ് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടിരിക്കുന്നത്. ബസ്ക്യൂമോ എന്ന് പറഞ്ഞാൽ ഉടമ്പടിക്കാരത്തി എന്നാണ്. ദൈവ വിളിയുടെ ഉടമ്പടിക്കാരത്തി, സഭയുടെ ആരാധനയുടെയും പാരമ്പര്യത്തിന്റെയും കൈമാറ്റത്തിന്റെ ഉടമ്പടിക്കാരത്തി, സഭയുടെ വിശ്വാസം പങ്കുവയ്ക്കുന്നതിനുള്ള ഉടമ്പടിക്കാരത്തി, തന്റെ പ്രിയ ഭർത്താവായിരുന്ന നമുക്കൊക്കെയും വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട MS മുന്നച്ചനോടൊപ്പം ചേർന്ന് നിന്ന് ഈ സഭയുടെ ശുശ്രൂഷയിൽ, ഇടവകളുടെ ശുശ്രൂഷയിൽ നാട്ടുകാരുടെ മുൻപിൽ നല്ലൊരു ബസ്ക്യൂമയായി ജീവിച്ച് ദൈവസന്നിധിയിലേക്ക് ഈ അമ്മ കടന്നുപോയിരിക്കുകയാണ്. ഇത് വിലാപത്തിന്റെ കാലം എന്നുള്ളതിനേക്കാൾ ഉപരിയായി പ്രത്യാശയുടെ കാലമാണ്. ഉൽപ്പത്തി പുസ്തകം 50 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഗോത്രപിതാവായ യാക്കോബിന്റെ വേർപാടിനെ പറ്റി നാം വായിക്കുന്നുണ്ട്. യാക്കോബ് തന്റെ മക്കളെ ഓരോരുത്തരെയായി പേര് ചൊല്ലി വിളിച്ച്
ഓരോരുത്തർക്കും വേണ്ട ദൗത്യങ്ങൾ, ഉത്തരവാദിത്വങ്ങൾ ഭരമേൽപ്പിച്ചുകൊണ്ട് അവരോരോരുത്തരും ഭാവിയിൽ എന്തായിത്തീരുമെന്ന് തനിക്ക് ദൈവം നൽകിയ ദർശനത്തെ പങ്കുവച്ചുകൊണ്ട് അവരെയൊക്കെയും അനുഗ്രഹിക്കുന്നത് നാം കാണുന്നുണ്ട്. 50-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ യാക്കോബ് മരിച്ചു കഴിഞ്ഞുള്ള വർത്തമാനമാണ് നാം കാണുന്നത്. പ്രിയ മകനായ യൗസേപ്പ്, മിസ്രൈമിലെ മന്ത്രിയായിരുന്ന യൗസേപ്പ് ആ പ്രിയ പിതാവിന്റെ സംസ്കാര ശുശ്രൂഷയ്ക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്യുവാൻ മിസ്രൈമിലെ വിശിഷ്ടരായ വൈദ്യന്മാരെ, സുഗന്ധവർഗ്ഗങ്ങൾ ഇടുന്ന ശ്രേഷ്ഠരായ ആളുകളെ ക്ഷണിച്ചു വരുത്തി 40 ദിവസത്തെ വിലാപകാലം അവിടെ ഉണ്ടായിരിക്കുകയാണ്. അതിനുശേഷം കനാൻ ദേശത്തേക്ക്, തന്റെ പിതാവിന്റെ സ്വഭവനത്തിലേക്ക് അനേകം ആളുകളുടെ അകമ്പടിയോടുകൂടി ആ ഭൗതിക ശരീരം കൊണ്ടുപോകുന്നതും അവിടെ ചെല്ലുമ്പോ അവിടെയുള്ള ആളുകൾ ഈ വിലാപഗീതങ്ങൾ കേട്ടിട്ട് ഇതെന്തൊരു വിലാപം, നമ്മുടെ ഇടയിൽ ഇങ്ങനെ കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് തന്നെ പുതിയൊരു പേരുണ്ടായി, ആബേൽ മിസ്രൈം. മിസ്രൈമിലെ വിലാപം അവിടെ കേട്ടതിന്റെ ഒരു തുടർച്ചയായിട്ടായിരുന്നു. ആ ശുശ്രൂഷയൊക്കെയും കഴിഞ്ഞ് വീണ്ടും താഴോട്ട് നാം വായിക്കുമ്പോൾ യൗസേപ്പ് തന്റെ മക്കളോട് തന്റെ അവസാനത്തെ പറ്റി പറയുന്നതും ശ്രേഷ്ഠമായ വേദഭാഗമാണ്. എഫ്രൈമും മനശ്ശെയും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട 2 ദൈവപൈതങ്ങൾ. അവരുടെ കുഞ്ഞുങ്ങളെയും കണ്ട ശേഷം യൗസേപ്പ് കടന്നുപോവുകയാണ്. യൗസേപ്പ് തന്റെ മക്കളോട്, കൊച്ചുമക്കളോട് പറയുന്നു, ഞാൻ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയിരുന്നാലും നിങ്ങൾ എന്റെ അസ്ഥികളെ എന്റെ പിതാക്കന്മാരുടെ ഇടങ്ങളിലേക്ക് കൊണ്ടുപോകണം. എന്റെ പിതാക്കന്മാർ കടമടങ്ങിയ ദേശത്തേക്ക് നിങ്ങൾ എന്നാണോ ഈ ദേശത്ത് നിന്ന് യാത്രയാകുന്നത് അന്ന് എന്റെ അസ്ഥികളെ കൂടെ കൊണ്ടുപോകണം. പിതാക്കന്മാരോട് ചേരുന്ന ഒരനുഭവമാണ് നമ്മുടെ ആത്മീയമായ വേർപാട് എന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഓരോ ഗോത്രപിതാവും മരിക്കുമ്പോൾ അതിന്റെ വാർത്ത നാം വായിക്കുന്നത് അവർ പിതാക്കന്മാരോട് ചേർന്നു എന്നാണ്. കാരണം ദൈവജനത്തോട് ചേരുന്ന, നമുക്ക് അദൃശ്യമായ ദൈവജനത്തിന്റെ അദൃശ്യമായ ആ ഒരു വലിയ സംഘത്തോട് ചേരുന്ന ഒരു അനുഭവമാണ്. ഇബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. എന്തിന്റെ സാക്ഷ്യമാണ്? ദൈവത്തിൽ അടിയുറച്ച വിശ്വാസത്തിന്റെ സാക്ഷ്യമാണ്. ലോകത്തിൽ ജീവിച്ചപ്പോ ലൗകികമായ ഇമ്പങ്ങളുടെ പുറകെ പോകാതെ ദൈവത്തിൽ വിശ്വസിക്കുകയും പിതാക്കന്മാർ കൈമാറുന്ന ആരാധനയെ അനുഷ്ഠിക്കുകയും പിതാക്കന്മാർ കൈമാറുന്ന മൂല്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ട് പലപ്പോഴും കഷ്ടനഷ്ടങ്ങൾ സഹിച്ചാണെങ്കിലും ആ മൂല്യങ്ങളെ മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം ശ്രമിച്ച പിതാക്കന്മാരുടെ വേർപാടിനെ പറ്റി പറയുമ്പോഴാണ് അവർ പിതാക്കന്മാരോട് ചേർന്നു എന്ന് നാം വായിക്കുന്നത്. ഈ അമ്മ ആ ദൈവജനത്തിന്റെ അദൃശ്യ സംഘത്തോട് ചേരുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ മരിച്ചവർക്ക് പുനരുത്ഥാനം ഇല്ല എന്ന് പറയുന്ന സാധുക്കളിൽ ചിലർ യേശുവിന്റെ അടുക്കൽ വന്നു. യഹൂദന്മാരുടെ ഇടയിലെ പ്രബല 2 സമൂഹങ്ങളാണല്ലോ പരീശന്മാരും സാധുക്യരും. പരീശന്മാർ പൊതുവെ അൽമായക്കാരായ ആളുകളും വേദപുസ്തകം പഠിപ്പിക്കുന്നവരും ഒക്കെ ആയിരുന്നെങ്കിൽ സാധുക്യർ യെരൂശലേം ദേവാലയത്തിൽ യാഗങ്ങൾ അർപ്പിച്ചവരും ധൂപം അർപ്പിച്ചവരും പെരുന്നാളുകൾ അനുഷ്ഠിച്ചവരുമാണ്. പക്ഷേ ഈ പരീശന്മാർ മാലാഖമാരുടെ അസ്തിത്വത്തിലും അതുപോലെ മരിച്ചു കഴിഞ്ഞുള്ള അവസ്ഥയിലും വിശ്വസിച്ചവരാണ്. സാധുക്യരാകട്ടെ ഇത് രണ്ടിലും വിശ്വസിച്ചില്ല. അവരുടെ വിശ്വാസം ഈ ലോകത്തിലുള്ള കാര്യങ്ങളിൽ മാത്രമായിരുന്നു. അതുകൊണ്ടാണ് അവർ യേശുവിനെ കുടുക്കുവാൻ തക്കവണ്ണം ഒരു ചോദ്യമൊക്കെ ചോദിച്ചുകൊണ്ട് അടുത്തു വരുന്നത്. യേശു അവരോട് ഉത്തരം പറയുന്നു. മോശ എന്താണ് മുൾപ്പടർപ്പിൽ അത്യരൂപത്തിൽ ദൈവത്തെ കണ്ടപ്പോ മോശ പറഞ്ഞത് എന്താണ്? മോശ പറഞ്ഞത് അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്നാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പേര് പിതാക്കന്മാരുടെ ദൈവമെന്നാണ്. യേശു നമ്മുടെ സുവിശേഷങ്ങളിൽ ഒരിടത്ത് പോലും യഹോവ എന്ന് പറയുന്നില്ല. യേശു ദൈവത്തെപ്പറ്റി പറയുമ്പോഴൊക്കെ പറയുന്നത് അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്നാണ്. പിതാക്കന്മാർ അമ്മമാർ കൈമാറിത്തന്ന ദൈവത്തെ സംബന്ധിച്ചുള്ള ആ ഒരു ആശയമാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത്. വീണ്ടും യേശു പറയുന്നു, അവൻ മരിച്ചവരുടെ ദൈവമല്ല, എല്ലാവരും അവന്റെ മുൻപിൽ ജീവിച്ചിരിക്കുന്നുവല്ലോ. ആരെപ്പറ്റിയാണ് പറയുന്നത്?
അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ്. വേണമെങ്കിൽ യേശുവിന് ജീവിച്ചിരുന്ന മത്തായി ശ്ലീഹായുടെ ദൈവവും ലൂക്കോസ് എവങ്കലിസ്റ്റിന്റെ ദൈവവും യോഹന്നാൻ ശ്ലീഹായുടെ ദൈവവും എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷെ യേശു തമ്പുരാൻ പറഞ്ഞത് കാലയവനിയേക്കുള്ളിൽ മാഞ്ഞുപോയ പിതാക്കന്മാരെ പറ്റിയാണ്. അവരാണ് ദൈവത്തെ എനിക്ക് ചൂണ്ടിക്കാണിച്ചത് എന്ന് അക്കാലത്തെ എല്ലാ യഹൂദന്മാരും മനസ്സിലാക്കിയിരുന്നു. നമ്മെ സംബന്ധിച്ചും നമുക്ക് അഭിമാനിക്കാനുള്ളത് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച മാതാപിതാക്കന്മാർ നമ്മെ ചൂണ്ടിക്കാണിച്ച ഒരു ദൈവവിശ്വാസമാണ് നാം കൈമാറി കൊണ്ടുപോകുന്നത്. ഒരു വിശ്വാസ പാരമ്പര്യമാണ് നമുക്കുള്ളത്. ഒരു ആരാധനാ പാരമ്പര്യമാണ് നമുക്കുള്ളത്. പ്രത്യാശയുടെ അനുഭവമാണ് നമുക്കുള്ളത്. യേശുതമ്പുരാൻ ഈ കാര്യമൊക്കെയും വിശദമായി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. പല ആളുകളുടെയും വിചാരം ഈ ലോകം കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല എന്നാണ്. അതുകൊണ്ട് ഈ ലോകത്തിലെ ആത്മീക അനുഭവങ്ങളെ പറ്റിയാണ് കൂടുതൽ ഊന്നിപ്പറയുന്നത്. പക്ഷേ യേശുതമ്പുരാൻ നമ്മെ പഠിപ്പിച്ചതും പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചതും ഈ ലോകത്തിന് അപ്പുറമുള്ള ആത്മീയ അനുഭവത്തെ പറ്റി കൂടെയാണ്. കൊടിഞ്ഞെഴുതിയ 1 ലേഖനം 15 അധ്യായത്തിൽ പൗലോസ് പറയുന്നു, ഗോതമ്പ് മണിയുടെ സാദൃശ്യമാണ്. ശുഷ്കമായ ഗോതമ്പ് മണിക്കുള്ളിൽ ഒരു ജീവനുണ്ടെന്ന് പൊതുവെ ആരും തിരിച്ചറിയുന്നില്ല. പക്ഷേ അനുകൂലമായ കാലാവസ്ഥയിൽ മണ്ണിൽ വളക്കൂറുള്ള മണ്ണിൽ അത് പതിഞ്ഞു കഴിയുമ്പോൾ അതിനുള്ളിൽ നിന്ന് ഒരു സസ്യം മുളച്ചു വരികയാണ്. പ്രിയമുള്ളവരെ, അദൃശ്യമായ ഈ തിരിച്ചിലേക്ക് അപ്പുറമുള്ള ഈ ജീവിതത്തിലേക്കാണ് ഈ പ്രിയപ്പെട്ട മാതാവ് കടന്നുപോയിരിക്കുന്നത്. ഈ മാതാവിനെ നാം യാത്രയാക്കുമ്പോൾ പ്രത്യാശയോടെ ധൈര്യത്തോടെ പിതാക്കന്മാരുടെ സന്നിധിയിലേക്കാണ് യാത്രയായിരിക്കുന്നത് എന്നുള്ള ഉറപ്പോടെ നാം യാത്രയാക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെപ്പറ്റി നമ്മോട് തന്നെ ചോദിക്കണം. ദൈവത്തെ അറിയാത്ത ആരെങ്കിലും ഇവിടെ നിൽപ്പുണ്ടെങ്കിൽ നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങൾ ഇങ്ങനെയായതിന് ഉത്തരവാദി ആരാണ്? ദൈവത്തെ നിങ്ങൾ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? നമുക്ക് ശാസ്ത്രീയമായി തെളിയിക്കാവുന്ന ഒന്നല്ല ദൈവ അനുഭവം എന്ന് പറയുന്നു. നമ്മുടെ ജീവിത അനുഭവങ്ങൾ കൂടെ ദൈവത്തെ തൊട്ടറിയണം. ഈ അമ്മ മക്കൾക്ക് നൽകിയ വലിയ പാഠം അതായിരുന്നു. അത് അമേരിക്കയിലെ ഹ്യൂസ്റ്റണിലുള്ള മോത്തിയും ആലീസും ആ കുടുംബവുമാണെങ്കിലും ഇവിടെയുള്ള ജോർജിയും കുടുംബവുമാണെങ്കിലും പെൺമക്കളുടെ കുടുംബമാണെങ്കിലുമൊക്കെ വിശുദ്ധ വേദപുസ്തകത്തോട് ബന്ധപ്പെട്ട് സഭയുടെ വിശ്വാസത്തോട് ബന്ധപ്പെട്ട് മറ്റുള്ളവരുടെ ആത്മീയതയെ കൂടെ അന്വേഷിക്കുന്നവരാണ്. അതാണ് ഈ അമ്മയും ഉമ്മനശ്വരും മക്കൾക്ക് നൽകിയ പാഠം. സ്വന്തം ആത്മീയതയെപ്പറ്റി മാത്രം അന്വേഷിക്കുന്നവരായിട്ടല്ല, മറ്റുള്ളവരുടെ ആത്മീയതയെ കൂടി അന്വേഷിക്കുന്നവരും അവരെ കൂടെ യേശുക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നവരുമാണ്. അങ്ങനെ ഒരു വലിയ പാരമ്പര്യം, വലിയ മൂല്യം ഈ ഭവനത്തിൽ നിന്ന് ഇളം തലമുറയ്ക്ക് കൈമാറി ലഭിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിലൊക്കെയും ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉയർന്നു വരികയുണ്ടായി. അതിലൊക്കെയും മൂലകാരണമായിട്ടുള്ളത് പ്രിയപ്പെട്ട അച്ഛന്റെയും പ്രിയപ്പെട്ട കൊച്ചമ്മയുടെയും ഒക്കെ പ്രാർത്ഥനയാണ് എന്ന് നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. നാം നമ്മുടെ ജീവിതത്തെ പറ്റി ഒന്ന് ആലോചിക്കുക. നമുക്ക് ശിഷ്യമായി ലഭിച്ചിരിക്കുന്ന ഈ കാലഘട്ടമെങ്കിലും ദൈവത്തോട് ചേർന്ന് വിശുദ്ധ വേദപുസ്തക വായനയിൽ മുഴുകി ആരാധനയെ സംബന്ധിച്ച് ദൈവം നൽകിയ താലന്തുകളെ വർദ്ധിപ്പിച്ച് മൃഗങ്ങളെപ്പോലെ ജീവിക്കാതെ മനുഷ്യരായി ജീവിക്കുവാനും മറ്റുള്ളവർക്ക് സ്നേഹം പങ്കുവയ്ക്കുവാനും മറ്റുള്ളവർ നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടെ ദൈവത്തെ തിരിച്ചറിയുവാനും ഇടയാകേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള നല്ല നല്ല പാഠങ്ങൾ ഈ സംസ്കാര ശുശ്രൂഷ നമുക്ക് നൽകുന്ന ഈ അവസരത്തിൽ വന്നിരിക്കുന്ന എല്ലാ വൈദികരുടെയും നാമത്തിലുള്ള അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ ചുരുക്കുന്നു. കൊല്ലപ്പം കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും നമ്മുടെ നാമം. ഹല്ലേലൂയ, പൂക്കുന്ന വയലിൽ പൂച്ചെടി പോലെ ശരണത്താലേനും കൃപയിലേ മരണമടഞ്ഞൊരുദാസീയനി ജീവസ്വരമത് നട്ടണമേ പറയുന്നു ജ്ഞാനത്തേൻ സൗമൻകാലസ്ക്രീൻ വീരീകുന്നു രാജാവിരത്തിൽ നിന്നെഴുന്നള്ളി ദിവന്നതരാമിവർക്കും നൽകുന്നു
കബറുകളിലേഞ്ഞവരവരോടെഴുന്നേറ്റ് ഉയരേകുന്നെ സ്തുതി ചെയ്തിടുന്നു. എന്റെ ശരീരം ഭാഷിച്ചെന്റെ തമ്പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായി വീഴാനിന്നു വെന്തിവേ ഉന്നത്തിട്ട് മരിച്ചത് ഞാൻ എന്നും കാത്ത തങ്ങളുടെ മഹത്വം മുറിയോറാകി മേലിൽ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ പ്രാവീണ്യാസത്തെ കുറിച്ച് മരിച്ചിട്ടുന്നു. പാത്മേശ്വരെ പുണ്യമാക്കണമേ. ഇസാഖിന്റെ യാക്കൂന്റെ മടിയിലെ പാപ്പിക്കണമേ. അങ്ങനെ മറ്റെല്ലാത്മനായും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശരീരങ്ങൾ ശരിയാറ്റികൾ തുറമാറാകണമേ. ആമേൻ. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷകൾ സമാപിച്ചു. ദേവാലയത്തിലേക്ക് പോകുന്നതായ ക്രമീകരണം അവരുടെയും ശ്രദ്ധയിലേക്ക് അറിയിക്കുകയാണ്. ഏറ്റവും മുമ്പിലായി ഗാനങ്ങൾ ആലപിപ്പാൻ തക്കവണ്ണം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന വാഹനം, അതിന്റെ പിന്നിലായി വന്നു ചേർന്നിട്ടുള്ള ആളുകൾ, ദേവാലയത്തിലേക്ക് പോകുന്നവർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, ഏറ്റവും പിന്നിലായി മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ്. ഈ ഒരു ക്രമീകരണത്തിൽ ദേവാലയത്തിലേക്ക് പോകുവാനായിട്ട് ഇവിടെ നിൽക്കുന്ന എല്ലാവരും പുറത്തേക്കിറങ്ങി സഹകരിക്കണം. ബന്ധുമിത്രാദികൾ നേരത്തെ തന്നെ ചുംബനം നൽകിയിട്ടുണ്ട്. ഇനി ആരെങ്കിലും ചുംബനം നൽകാനായിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള അവസരം. എന്നെ സമീപിച്ച് എനിക്ക് സമാധാനം തന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൂടെ എന്നെ കുറിച്ച് ഇതായിരുന്നു മരണം.